NTA നെറ്റ് വിദ്യാർത്ഥികൾ നേരിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമ്മൾ മുമ്പ് ഉള്ള വീഡിയോകളിലും അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. വരുന്ന വീഡിയോകളിൽ ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത് എക്സാം റിലേറ്റഡ് ആയിട്ട്, ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ട്, അതുപോലെ തന്നെ എക്സാമിനേഷൻ സിസ്റ്റം റിലേറ്റഡ് ആയിട്ട്, അപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ പറയാം. ഏറ്റവും വളരെ ചുരുങ്ങിയൊരു 4-5 എണ്ണമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് എക്സാമിനേഷൻ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. അതായത് ക്വസ്റ്റ്യൻ ഓരോരോ കാലത്ത് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കാറുണ്ട്. ഡെഫിനറ്റ്ലി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആകുമ്പോൾ അത് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ റീസെൻ്റ്ലി ആയിട്ടുള്ള എക്സാമുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതായത് ക്രോണോളജിക്കൽ ഓർഡേഴ്സ്, ഇയേഴ്സ് പോലെയുള്ള സംഭവങ്ങൾ പറയുന്നത്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അപ്ലിക്കേഷൻ ലെവലിലേക്കൊക്കെ ആയിരുന്നു കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമായിട്ട് UGC ചെയർമാൻ പറയുന്നതും നമ്മൾ എക്സാമിന് ഒരു മെമ്മറി ബേസ് എന്നൊക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടി ഡീപ്പർ കോംപ്രിഹെൻഷൻ, ക്രിട്ടിക്കൽ അനാലിസിസ് മോഡലിലേക്കൊക്കെ, ക്രിട്ടിക്കൽ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ് ലെവലിലേക്കൊക്കെ മാറ്റുമെന്നുള്ളതൊക്കെയാണ് ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ് സീംസ് ക്വസ്റ്റ്യൻസ് ആർ ഗോയിങ് ടു ബി മെമ്മറി ഓറിയൻറ്റഡ്, ഫാക്ച്വൽ ഓറിയൻറ്റഡ്. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാറിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിൽ എന്താണ് അതിൻ്റെ പ്രസക്തി എന്നുള്ളത്. രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റാണ് എക്സാം സെൻറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് പറയാം. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ഒരു ഏരിയയിൽ സെൻറ്റർ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തേക്ക് സെൻറ്റർ കിട്ടുക എന്നുള്ളത്. കാലിക്കറ്റ് സെൻറ്റർ കൊടുത്ത വിദ്യാർത്ഥിക്ക് തിരുവനന്തപുരത്ത് സെൻറ്റർ കിട്ടുക, കോയമ്പത്തൂർ കിട്ടുക, സേലം കിട്ടുക പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ ദൂരെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക. അങ്ങനെ ഒരുപാട്, അതായത് ഡെഫിനറ്റ്ലി നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് തന്നെ കിട്ടണം എന്നില്ല, ഉറപ്പാണ്. പക്ഷെ നമ്മൾ 4 സെൻറ്ററുകൾ കൊടുക്കുന്നുണ്ട്. ഈ സെൻറ്ററുകളൊന്നും കിട്ടാതെ തന്നെ ഒരുപാട് ദൂരം കേരളത്തിൽ പോസിബിൾ ആവുന്ന ഏറ്റവും വലിയ ഒരു ഡിസ്റ്റൻസിലൊക്കെ വരിക എന്നുള്ളത് ഒരു ഹൈലി നോൺ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ്. മൂന്നാമത്തെ ഒരു ആസ്പെക്റ്റ് ഹാൾ ടിക്കറ്റ് റിലീസുമായി ബന്ധപ്പെട്ടിട്ടാണ്. പലപ്പോഴും ഹാൾ ടിക്കറ്റ് എക്സാമിൻ്റെ 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പൊക്കെ റിലീസ് ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതും കുറേ ദൂരെയുള്ള പ്രദേശങ്ങളിലെ സെൻറ്റർ കൂടെ ട്രെയിൻ ബുക്ക് ചെയ്യാനുള്ള സമയം പോലും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ട്രെയിനൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്യേണ്ടി വരുമല്ലോ. അതുപോലെ തന്നെ പലപ്പോഴും ഷിഫ്റ്റ് ആയിട്ടൊക്കെ ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്യാറുണ്ട്. അതായത് ഒരുപാട് എക്സാമുകൾ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ 2 എക്സാമിൻ്റെ, പിന്നെ 3 എക്സാമിൻ്റെ, പിന്നെ അടുത്ത 4 ദിവസത്തിൻ്റെ എന്നും നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെ എക്സാം റിലീസായോ, നമ്മളെ ഹാൾ ടിക്കറ്റ് റിലീസായോ. അതുമായി ബന്ധപ്പെട്ട് കുട്ടികൾ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന അവസാന മൊമെൻറ്റുകളിൽ ഇതൊക്കെ ഹൈലി സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. പ്രിപ്പറേഷനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്. പിന്നീടുള്ളൊരു സംഭവം പലപ്പോഴും സംഭവിക്കുന്ന NTA വെബ്സൈറ്റ് റിലേറ്റഡ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മത്സര പരീക്ഷകൾ ഒരുപാട് എഴുതുന്ന പരീക്ഷകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു വെബ്സൈറ്റാണ് NTA എന്നുള്ളത്. അത് കണ്ടിന്യൂസ് ആയിട്ട് അതിന് പ്രശ്നങ്ങൾ വരിക എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി ലക്ഷക്കണക്കിന് കുട്ടികൾ ഒരുമിച്ച് റിസൾട്ട് നോക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എന്നാലും പക്ഷെ അതും വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ കോടിക്കണക്കിന് ആളുകളൊക്കെ ബേസിക്കലി നമ്മൾ വേൾഡ് കപ്പോ മറ്റു പല സംഭവങ്ങളും നെറ്റ്ഫ്ലിക്സ് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഒരുമിച്ച് കയറുമ്പോഴും കാണുമ്പോഴും ഒന്നും ഒരു പ്രശ്നം അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. സോ വിത്ത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് അതൊക്കെ പോസിബിൾ ആവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് എക്സാമിനേഷൻ്റെ അപ്ലിക്കേഷൻ തുടങ്ങിയാൽ ലാഗിങ് വരിക. അപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്ന ഡേറ്റുകളിൽ ലാഗിങ് വരിക. ഇതിലൊരു ലിമിറ്റ് ഉണ്ട്. 10 ലക്ഷം കുട്ടികളൊക്കെ മാക്സിമം അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാമിന് എത്രത്തോളം ആളുകളാണ് ഒരുമിച്ച് അപ്ലൈ ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്കൊരു ഇമാജിൻ ചെയ്യാമല്ലോ. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ഇതൊരു മറ്റൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഫീൽ ചെയ്തിട്ടുള്ള മറ്റൊരു പ്രശ്നമാണ് റിഗാർഡിങ് എങ്ങനെയാണ് ഇവർ ഇൻഫോർമേഷൻ കൺവേ ചെയ്യുന്നത് എന്നുള്ളത്. ഓൾമോസ്റ്റ് എല്ലാം ട്വിറ്ററിലൂടെയാണ് ഇൻഫോർമേഷൻ വരിക. എന്നാണ് എക്സാം മാറ്റി വെച്ചിട്ടുള്ളൂ, എക്സാമിൻ്റെ പാറ്റേണിൽ മാറ്റമുണ്ടോ, റിസൾട്ട് എന്നാണ്, ഹാൾ ടിക്കറ്റ് എന്നാണ് റിലീസ് ചെയ്യുക, ഒക്കെ ട്വിറ്ററിലൂടെയാണ്, എക്സിലൂടെയാണ്. സോ ബേസിക്കലി അതൊക്കെ കഴിഞ്ഞിട്ടാണ് പലപ്പോഴും നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ നമുക്ക് NTA കുറിച്ച് ഡീറ്റെയിൽ കിട്ടുന്ന NTA വെബ്സൈറ്റിൽ പോകുന്നതിനേക്കാളേറെ നല്ലത് UGC ചെയർമാൻ്റെയും NTA റിലേറ്റഡ് ആഡുകളുടെയും എക്സിലുള്ള അക്കൗണ്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒറ്റ NTA ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് എക്സിൽ അക്കൗണ്ട് തുടങ്ങി എക്സ് കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളുണ്ടാവും. നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിലൊന്ന് പറയുക. ഇതാണ് അടുത്തെല്ലാം ഒരു ട്വിറ്റർ മയമാണ്, ഒരു എക്സ് മയമാണ്. അതിൽ വരിക, അതിൽ ഇൻഫോർമേഷൻ വരിക. എന്നിട്ട് ഇതിൻ്റെ രസകരമായൊരു കാര്യം, നമ്മൾ അവിടെ കണ്ടിട്ട് ഇൻഫോർമേഷൻ വെബ്സൈറ്റിൽ എത്തിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. വെബ്സൈറ്റിൽ എത്തിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പം കാത്തു നിൽക്കേണ്ടി വരും. ചിലപ്പോൾ വെബ്സൈറ്റിൽ വരണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏതാണ് ക്രെഡിബിൾ സോഴ്സ്? ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണോ, ഒരു സോഷ്യൽ മീഡിയ ആണോ? ഡെഫിനറ്റ്ലി ഇൻഫോർമേഷൻ കുട്ടികളിലേക്ക് കൂടുതൽ എത്തിക്കാൻ അതൊക്കെ യൂസ് ചെയ്യാം. ബട്ട് ദർ ഷുഡ് ബി എ ബാക്കപ്പ്. വെബ്സൈറ്റിലും അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുക എന്നുള്ളത് ക്രൂഷ്യലാണ്. ഇത് കുട്ടികൾ നേരിടുന്ന
വളരെ കുറച്ച് പ്രശ്നങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ പ്രശ്നങ്ങളും അതിൻ്റെ പ്രപ്പോസ് സൊല്യൂഷൻസും നമുക്ക് വരും വീഡിയോകളിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. ഞാൻ എത്രത്തോളമാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളതിൻ്റെ ഒരു ജനറൽ ഐഡിയ തരിക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ നേരിട്ടിട്ടുള്ള കൂടുതൽ പ്രശ്നങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളൊരു സ്റ്റുഡൻറ്റ് മാനിഫെസ്റ്റോ റിലീസ് ചെയ്യുന്നുണ്ട്. NTA നെറ്റുമായി ബന്ധപ്പെട്ട് സ്റ്റുഡൻസ് നേരിടുന്ന കംപ്ലീറ്റ് പ്രോബ്ലംസ്, അതിൻ്റെ പ്രപ്പോസ് സൊല്യൂഷൻസ് എല്ലാം ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ഒരു ടേക്ക് ഞാൻ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾ ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഗൂഗിൾ ഫോമോ ഇമെയിലോ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ലിങ്കോ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ടേക്കുകൾ പറയുക. ടുഗദർ ലെറ്റ്സ് talk about the various issues being faced by NTNN students, and let's hope and let's try to make the exam system more student friendly and more transparent.